നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുമി ബെഡ് എന്ത് ഇങ്ങനെ? അപ്പൊ അതും ഇല്ലേ? എന്ത്? എന്താ ഗിരി, എന്താ പറ്റിയേ? സുമി, നീ ഈ റൂം ശ്രദ്ധിച്ചോ? ഈ റൂമിൽ എന്താ കുഴപ്പം? പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് ആണ് പോലും. ഈ റൂം ഇന്ന് രാത്രി സുമി എവിടെ കിടന്ന് ഉറങ്ങും? അത് ശരിയാണല്ലോ. കിടക്കാൻ ഈ റൂമിൽ കട്ടിൽ മാത്രമേ ഉള്ളല്ലേ? അപ്പൊ ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും ഒരു ബെഡിലാണോ കിടന്നുറങ്ങേണ്ടത്? എന്റെ ഗിരി, നമ്മൾ രണ്ടുപേരും ഒരു കട്ടിൽ കിടന്നുറങ്ങിന്ന് വെച്ചാൽ എന്ത് സംഭവിക്കണം അവിടെ? ഗിരി ഒന്ന് സമാധാനപ്പെട്. അതൊന്നും ശരിയാവില്ല സുമി. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞേ പറ്റൂ. ഹലോ, ഞാൻ റൂം നമ്പർ 101 പറയൂ സർ. ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു സൂട്ട് റൂം അല്ലായിരുന്നോ? അതെ സർ. പിന്നെ വിളിച്ചത് ഡീലക്സ് റൂമായി ചേഞ്ച് ചെയ്യുകയായിരുന്നു. ആര് വിളിച്ചു പറഞ്ഞ് മാറ്റിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് പിന്നെ സർ, മിസ്റ്റർ ആകാശ്, അദ്ദേഹമാണ് ആദ്യം സീറ്റ് റൂം ബുക്ക് ചെയ്തത്. പിന്നെ സാർ എന്നെ വിളിച്ച് ഡീലക്സ് റൂമാക്കി മാറ്റുകയായിരുന്നു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ റൂമിനകത്തൊരു കൗച്ച് പോലും ഇല്ലല്ലോ. അത് പിന്നെ ഒരു കിങ് സൈസ് ബെഡ് മാത്രം സെറ്റ് ചെയ്താൽ മതിയെന്ന് ആകാശ് സാർ പറഞ്ഞിരുന്നു. അതാ അങ്ങനെ ചെയ്തത്. ശരി സാർ. എന്നാൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ആകാശേ. കിട്ടിയ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താ പ്രശ്നം? ഇത് ആകാശം സ്നേഹം കൂടി നമുക്ക് തന്നൊരു പണിയാണ് സുമി. അവനാണ് നമ്മുടെ ആദ്യത്തെ റൂം മാറ്റി ഇവിടെ ഇതുപോലത്തെ ഒരു റൂം സെറ്റ് ചെയ്യിപ്പിച്ചത്. ഇതൊക്കെ കേട്ടിരുന്ന ചിരിക്കുവാണോ? നിനക്കെന്താ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത്? ഗിരി, എന്താ ഗിരി ഇങ്ങനെ? ഗിരി, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പൊ പിന്നെ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങിന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാ? അങ്ങനെയല്ലേ സാധാരണ മനുഷ്യര്. സത്യം പറഞ്ഞ ആകാശം സ്നേഹമൊക്കെ ചെയ്തത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ലെങ്കിലും നമ്മള് രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ പാവങ്ങൾ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛമ്മ വന്നതിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു തക്കോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. തമാശ പറയാതെ. സത്യം. അതെ, ഇന്ന് രാത്രി ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ രണ്ടുപേരും ഈ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോവാ. അല്ല, എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് അറിയണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ശാരദേ, ഗോപാലേട്ട, എന്നോടും മക്കളോടും ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ ഗോപാലേട്ടൻ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ശാരദേ, ഗോപാലേട്ടനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കും എന്റെ മക്കൾക്കേ അറിയൂ. ഒരു കൊതുമ്പ വെള്ളത്തിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നവരാ ഞങ്ങള് 4 പേരുടെ ഈ കുടുംബം. ഒരു ആശുപത്രി ചെലവിന്റെയോ കടബാധ്യതയുടെയോ അധിക ഭാരം കയറി കഴിഞ്ഞ അത് മുങ്ങിപ്പോവും. പിന്നെ വെള്ളത്തിൽ തല്ലിപ്പതച്ച് നിന്ന് എല്ലാരും കൂടി ഒത്തുപിടിച്ച് നേരെയാക്കാൻ കുറെ പാടുപെടും. അതിനിടയിലെ ഈ 2 ലക്ഷം രൂപ, അതിന്റെ ഒപ്പം ഈ ചീത്തപ്പേരും കൂടി വയ്യ. ഗോപാലേട്ട, എനിക്ക് എന്റെ ഒരു മോളുടെ കൂടെ കല്യാണം നടത്താനുണ്ട്. ഞാൻ പൊയ്ക്കോളാം.
നിക്ക്. ഊണിനുള്ള പണം ഞാൻ എടുത്തു തരാം. വേണ്ട, അത് ഉച്ചക്കലത്തേക്കല്ലേ. രാത്രി എന്ത് ചെയ്യും? ആ അമ്മ ഇരുന്നില്ലേ? അച്ഛനെവിടെ? പോയി. പോയോ? എങ്ങോട്ട്? പോയി അന്വേഷിക്കടി. അച്ഛനൊപ്പം ഇരുന്ന് മാറി തന്നിട്ടാണോ ഇത്രയും കാലം നീയൊക്കെ ഇരുന്ന് ഊണ് കഴിച്ചിട്ടുള്ളത്? ഈ അമ്മയ്ക്ക് ഇതെന്താ? എടി അവിടെ നിൽക്കാൻ. വിട്ടേ അമ്മേ. ശാരി, എടി അച്ഛാ, അച്ഛനിത് എങ്ങോട്ട് പോവാ? മോളെ, ഞാൻ ഒന്നും പറയണ്ട, അച്ഛനിങ്ങ വന്നേ. വാ. വേണ്ട മോളെ. ദേ, അച്ഛനോട് വരാനാ പറഞ്ഞത്. വാ. വാ വാ അച്ഛാ. വാ, വന്നിങ്ങോട്ട്. എന്നാലും മോളെ, ദേ, ഇനി അമ്മയ്ക്ക് വേണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ മക്കൾക്കച്ഛനെ വേണം കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മറ്റെല്ലാവർക്കും ഉള്ളൊരു കാവല് ഞങ്ങൾക്കില്ലായിരുന്നു. എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാല് എതിരെ നിൽക്കുന്നവരെ വെല്ലുവിളിക്കുന്നത് ഞാൻ എന്റെ അച്ഛനോട് പറയാന്ന് പറഞ്ഞായിരുന്നു. അത് കേൾക്കുമ്പോ നമ്മള് ആകെ പതറിപ്പോവും. നമ്മള് ആരോട് പറയാനാ? കുറെ കഴിഞ്ഞപ്പോ അച്ഛനില്ലെന്നുള്ള സത്യമായിട്ട് പൊരുത്തപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് തോന്നുമ്പോ പരസ്പരം ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. അപ്പൊ പിന്നെ ഏത് വലിയ പ്രശ്നത്തിലേക്ക് പോയാലും പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഒരുമിച്ച് നിന്ന് നേരിടാനേ പറ്റൂ. തുണയായിട്ട് ഒരാൾ ഉണ്ടാവുകയും ചെയ്യും. അയ്യേ, ഇതെന്തിനാ കരയണേ? ആൾക്കാര് ഇയാളത് കരയല്ലേ? ഞാൻ ആൾക്കാര് നോക്കണ്ടോ. കരയാണ്ടിരി. ഞാൻ വിഷ്ണുട്ടനോട് പറയാതെ ഇനി ഒന്നും ചെയ്യില്ല. എടോ, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മളിനി പരസ്പരം പറയാതെ ഒന്നും ചെയ്യില്ല. മനസ്സിലായ? മുമ്പ് നമുക്ക് ചുറ്റും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്കിടയിൽ ഒരു തർക്കം ഉണ്ടായ ഒരു പക്ഷേ അത് പറഞ്ഞു പരിഹരിച്ചേക്കാവുന്ന ആൾക്കാര്. ഇപ്പൊ അതല്ല സ്ഥിതി. നമ്മൾ രണ്ടുപേരും തനിച്ചായി. ബന്ധുക്കൾ പോലും ശത്രുക്കളായി. നമുക്കിടയിലൊരു നീരസം ഉണ്ടായാല് അത് ഊതിപ്പെരിപ്പിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വീതിച്ചെടുക്കാനേ പഴയ ബന്ധുക്കൾ പോലും ശ്രമിക്കൂ. എനിക്ക് മനസ്സിലായി. കഴുകി ഒരു ഓംലേറ്റ് പറയണ്ട. എന്നാ പിന്നെ വാരിത്തരട്ടാ? ഞാൻ വാരിത്തരാം. വേണ്ട. നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞല്ലേ പൈസയിലത്തോടെ ചിക്കൻ ഫ്രൈയില് കഴിക്കാം. മിണ്ടരുത്. അല്ല പിന്നെ ഇവിടെ കയറിയാലോ? അയ്യടാ, അവിടെ കയറിയല്ലേ ഒരുപാട് പൈസയാവും. വാ, നമുക്ക് തട്ടുകടയിൽ നോക്കാം. ദേ, ആശാനെ അടുത്ത അമ്മയും. ആശാനെ, വാ. കമല, എടാ ഇതെന്താ വിജിലായിട്ട്? അതൊരു ചെറിയ പ്രശ്നമുണ്ട് ആശാനെ. അയൽപ്പക്കത്തെ മോളി ചേച്ചിയുടെ കമ്മല് വാങ്ങി പണയം വെച്ചോ, ഒരു ചെറിയ കേസ്. അതിപ്പോ വിചാരണയ്ക്ക് എടുത്തിരിക്കുക. അതൊരു ചിക്കൻ ഫ്രൈയിലെ ഒത്തുതീർപ്പാവും.
അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ബെസ്റ്റ്. അതും കമലിനാണോ? പിന്നല്ലാതെ വേറെ ആര്? അല്ല അതെന്താ കേസ്? ആ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഡാ കമല, ആ. നീ വരുന്നുണ്ടോ അതോ? ദേ വരുന്നു. ആശാനെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ആശാന്റെ ജോലി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ശരിയായിട്ടുണ്ട്. എടാ സത്യമാണോ? സത്യം ആശാനെ. പിന്നെ അത്ര വലിയ ജോലിയൊന്നുമല്ല. എടാ എന്തായാലും മതിടാ, ഒരു ജോലി വേണം, അതിന് കൂലിയും കിട്ടണം, അത്രേ ഉള്ളൂ. ഡാ എന്താ? ഞാൻ ചെല്ലട്ടെ ആശാനെ, അല്ലെങ്കിൽ ശവദാഹം നടക്കും. ആ ചെല്ലു, പോയി മേടിച്ചു കൊടുക്ക്. എന്ത് ഈ കിടന്ന് വിളിക്കുന്നത്? ചിക്കൻ ഫ്രൈ തന്നെ വേണോ? ഓംപ്ലേറ്റ് പോരെ? നടക്കില്ല കമല. എന്നാ നീ പണയം ഇങ്ങെടുത്ത് തന്നേക്ക്. മോളി ചേച്ചി പറഞ്ഞ് നിർത്തണമെങ്കിൽ മതി. ശരി അമ്മോ. അതെ അണ്ണാ, പറ. എന്താ? ദേ, ഒരു ജോലിയും കൂടി ആയാ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും, പിന്നെ മറ്റു ബാധ്യതകളൊന്നും ഉണ്ടാവില്ലല്ലോ. ദേ, ഇതുവരെ ചുറ്റും ഇരുട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ നമ്മള്. ഇപ്പൊ ആകാശത്തേക്ക് നോക്കി, എത്ര എത്ര നക്ഷത്രങ്ങളാ വിരിഞ്ഞു നിൽക്കുന്നത് നോക്ക്. നമ്മുടെ പ്രതീക്ഷകൾ പോലെ അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഷെൽഫിൽ ഒരു ബാം ഇരിപ്പുണ്ട്, അതെടുത്ത് തന്നാ മതി. അവിടെയല്ല, താഴെ. ഇവിടെ കുറച്ചേരം നോക്കാം. മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാം. ബാമിന്റെ എഫക്റ്റ് ഉണ്ടോ കണ്ണു നിറയുന്നേ? ആ, നോർമലി ടെമ്പറേച്ചർ കൂടുമ്പോ കണ്ണു നിറയുമല്ലോ. ഞാനിപ്പോ വരാം. കണ്ണിലെ ചൂടല്ല സജ്ജിട്ട, അത് നെഞ്ചിലെ തീയ. എൻ്റെ അടുത്തിരുന്ന് എന്നെ ഇങ്ങനെ പരിചരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടി ഒഴുകുന്നതാ. ഇനി എത്ര കാലം എന്നാലോചിച്ച്. ഇതെന്റെ അമ്മയുടെ പൊടിക്കയായിരുന്നു. വല്ലാതെ പനി പിടിച്ച് കിടക്കുമ്പോൾ നെറ്റിയിൽ ബാമ്പുരട്ടി അതിനു മുകളിൽ നനഞ്ഞ തുണി വെച്ചേരും. കുറെ കഴിയുമ്പോൾ പനി മാറും. അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും സഡൻ റെമഡി ഉണ്ടായിരുന്നു. കുറെ നാട്ടുമരുന്നുകളും പ്രാർത്ഥനയും വഴിപാടുകളും. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്തെന്നറിയാതെനിക്ക്. അത് പെറ്റമ്മയുടെ നഷ്ടമാണ്. സജ്ജേട്ടാ, സജ്ജേട്ടാ, സോറി. ഒരു നിമിഷം ഓരോന്ന് ആലോചിച്ചു പോയി. എന്തുപറ്റി?
ഉമ്മിനിരുവിക്കതാ പേടിച്ചുപോയി. എങ്ങനെയുണ്ട് അവസ്ഥ? വ്യത്യാസം തോന്നുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? അമ്മോ, എന്താ പറ്റിയത്? ക്ഷേത്രത്തിൽ പോയ കുട്ടിയാ. എന്താ അവൾക്ക് പറ്റിയത്? ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ആരെങ്കിലും എന്തേലും പറഞ്ഞു കാണും. അമ്മോ, നീ എന്തിനാ കരഞ്ഞു വിളിച്ച് ഓടിയത്? ക്ഷേത്രത്തിലേക്കല്ലേ പോയത്? നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞത് കള്ളായിരുന്നല്ലേ? സർജറി കഴിഞ്ഞ് ചേച്ചി സുഖപ്പെട്ട് വരാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലെന്നാരാ നിന്നോട് പറഞ്ഞത്? സഞ്ജന അവളാ എന്നോട് പറഞ്ഞത് ചേച്ചിനെ ഒരിക്കലും പെടിയിൽ എഴുന്നേക്കില്ലാന്ന്. സത്യാണോ അവള് പറഞ്ഞത്? എന്റെ ചേച്ചി ഇനിയുള്ള കാലം മുഴുവനും ഒരു രോഗിയെ പോലെ കട്ടിലിൽ കിടക്കോ? അതാണോ എന്റെ ചേച്ചിയുടെ വിധി? അവള് പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് എന്നോട് പറ. ആരെങ്കിലും എന്തേലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനിങ്ങനെ ഇമോഷണൽ ആവുന്നു? സഞ്ജനയല്ല സ്വാതിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എടോ, സ്വാതിക്ക് അങ്ങനെ എന്തേലും സംഭവിക്കുമെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കോ? നീ എന്താ അമ്മോ അത് ഓർക്കാത്തത്? എങ്കില് അവൾ എന്തിനാ എന്റെ ചേച്ചിയെ പറ്റി അങ്ങനെ ഒരു എല്ലാവരും പറയണം? അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്നോട് ഇത് പറഞ്ഞ സഞ്ജനോട് ചോദിക്കണം. എന്റെ ചേച്ചിയെ പറ്റി സഞ്ജന അങ്ങനെ പറയാൻ എന്താ കാരണം? നിങ്ങളുടെ ഷെയർ വാങ്ങിച്ചത് ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയാണോ? അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ സഞ്ജനയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അമ്മോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുതെന്നാവും ഇനി നിങ്ങൾ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യ. ഇതിൽ നിന്ന് എനിക്ക് വിലക്ക് കൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എടോ, സഞ്ജന എവിടുന്നോ കേട്ട കാര്യമാവും നിന്നെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അത് നിസ്സാര കാര്യമായിട്ടാണോ കാണുന്നത്? സ്വാതിക്ക് നീ കേട്ടതുപോലെ ഒരു പ്രശ്നവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവൾ റിക്കവർ ചെയ്തു വരിക. എന്നിട്ടും നിങ്ങൾക്ക് സഞ്ജനയോട് വെറുപ്പ് തോന്നുന്നില്ല? നീ കേട്ട കാര്യങ്ങൾ ഇവിടെ ആരോടും പറയരുത്, അത് അസത്യപ്രചരണമാവും. നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച സമയമൊക്കെ കഴിഞ്ഞു. ദേ, നിന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ചേച്ചി തളർന്നു കിടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് തന്നെയായാലും ആ സഞ്ജന നല്ലവളല്ല. മനസാക്ഷി എന്നൊന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ കൂടെ അവള് പഠിച്ചതല്ലേ? ചേച്ചി തളർന്നു കിടന്നിട്ട് അവക്ക് എന്താ കിട്ടാൻ പോണേ? അവളുടെ കണ്ണുകളിലെ തിളക്കം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവൊക്കെ എനിക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അമ്മോ എന്നോട് കള്ളം പറയില്ല അച്ഛ. എന്റെ ചേച്ചിയുടെ ശരിക്കുള്ള അവസ്ഥ എന്താ അത് അച്ഛൻ എന്നോട് തുറന്നു പറയണം. ചേച്ചി സുഖപ്പെട്ട് വരികയാണെന്ന് എന്നോട് ഇവിടെ എല്ലാരും പറയുന്ന. എന്നെ ആശ്വസിപ്പിക്കാനാണോ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. മോള് വിളിച്ചത് കൃത്യസമയത്ത് തന്നെ. ഡോക്ടർ ഇപ്പൊ എന്നെ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ.
നിന്റെ ചേച്ചിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാ ഡോക്ടർ എന്നോടും കാഞ്ചനയോടും പറഞ്ഞത്. നാളെ ഇതിനേക്കാൾ നല്ല പുരോഗതിയാ ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്. ശ്രീകുട്ടിയെ ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റുന്ന കാര്യവും ഡോക്ടർ സൂചിപ്പിച്ചു. എന്റെ ദേവി, മോളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഒരു ആപത്തും വരില്ല. മോളുടെ വേദന എനിക്കറിയാം. മോൾ ഇങ്ങോട്ട് വരുന്നത് കാഞ്ചനയ്ക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. ഇവിടെ ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കട്ടാന്ന് കരുതിയാ നീ വീട്ടിൽ തന്നെ നിന്നാ മതിയെന്ന് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങളെ വേർപിരിക്കാൻ കാഞ്ചനയെന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. അച്ഛൻ നിനക്ക് ഉറപ്പ് തരിക, നിന്റെ ചേച്ചിയുടെ കൂടെ നീ ഉണ്ടാവും. യാദൃച്ഛ്യമായി ഒന്നിച്ചവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. ഇന്നീ അച്ഛൻ മകൾ അകത്തുണ്ടെന്ന സമാധാനത്തിൽ ഇവിടെ നിൽക്കുന്നത് നീ കാരണമാ മോളെ. ഐസുവിൽ പോലും നീ അവൾക്ക് തുണയായിരുന്നു. കാഞ്ചന നിന്നെ ശപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നാവുകൊണ്ട് നിന്നെ മോളേന്ന് വിളിക്കുന്ന ഒരു ദിവസം വരും. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല അച്ഛാ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മോളെ. കാരണം നിന്നെ തിരിച്ചറിയാതെ കാഞ്ചനയ്ക്ക് ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന ദൈവം അവളോട് ക്ഷമിക്കില്ല. ഒരു കാലത്തും അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അച്ഛാ, അരുത്. ചേച്ചിയുടെ അമ്മ പറയുന്നത് അമ്മയുടെ ഭാഗത്തെ ന്യായങ്ങളാ. അതിന്റെ പേരില് അച്ഛനമ്മയോട് മുഷിച്ചിലുണ്ടാവരുത്. അതിന് ഞാനൊരു കാരണക്കാരിയാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അച്ഛാ. മോൾ എന്തിനെങ്കിലും കാരണമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നീ ഒന്നും നേടുന്നില്ലെന്നും എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഒരു ഉത്കണ്ഠയും വേണ്ട. 2 ദിവസം കഴിഞ്ഞാൽ ശ്രീകുട്ടിക്ക് എണീറ്റിരിക്കാനാവും. മോൾ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാ മതി. മോളിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. ശരി അച്ഛാ. ആ, എന്താ മോള് വെച്ചു? ഞാൻ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൈവിടടി. കൈവിടാനല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഈ കൈ വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം. എവിടുന്നോ അലഞ്ഞു തിരിഞ്ഞു വന്നവള് എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാൻ എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞു വന്നവളല്ല. അവകാശത്തോടു കൂടി തന്നെയാ ഞാൻ ഈ വീട്ടിലേക്ക് കാല് കുത്തിയത്. ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ ഈ കൈ ഞാൻ തടഞ്ഞത്. സൂപ്പർ പാർവതി, സൂപ്പർ. ഇനിയും ഇതുപോലുള്ള 4-5 തീപ്പൊരി ഡയലോഗുകൾ അങ്ങോട്ട് പറയേ. വിടടി. വിടുന്നതാ നിനക്ക് നല്ലത്. ഞാൻ ഈ കൈ വിടണമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം. ചോദിച്ചു തൊലക്കടി. നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? കഴുത്തിൽ താലിയില്ല, നെറുകയിൽ സിന്ദൂരവും ഇല്ല. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയിന്നല്ലേ അതിന്റെ അർത്ഥം? എന്ത് ധൈര്യത്തിലാണ് നീ പാർവതി അടിച്ചത്? അച്ഛമ്മേ വേണ്ട. ഇത് ആന്റിയും പാർവതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് അവർ തമ്മിൽ തീർത്തോട്ടെ. ആരും ഇടപെടാൻ പോണ്ട. എന്റെ താലി പൊട്ടിക്കാൻ വന്ന നിങ്ങള് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ പറ്റൂ. നിങ്ങളുടെ ഭർത്താവ്
ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? പറ്റില്ലല്ലേ? അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോ താലി കുറച്ചിലായി തോന്നിയതുകൊണ്ട് അത് അഴിച്ചു വെച്ചു. നെറുകയില് കുങ്കുമം തൊട്ടപ്പോ ചന്തം കുറഞ്ഞു പോയിന്ന് തോന്നിക്കാണും. അത് മായ്ച്ചും കളഞ്ഞു. ഞാനിത് ഇട്ട് നടക്കുന്നത് അലങ്കാരത്തിനല്ല. ഞാൻ ഇത് തൊടുന്നതേ ചന്തത്തിനുമല്ല. താലിയുടെ വില അറിയണമെങ്കിൽ പെണ്ണിന്റെ ശരീരം ഉണ്ടായാൽ മാത്രം പോരാ, പെണ്ണിന്റെ മനസ്സും കൂടി ഉണ്ടാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാറിന് പുതിയ കല്യാണം തീരുമാനിച്ചോണ്ടല്ലേ ആ സ്ത്രീ പാറുവിന്റെ താലി പൊട്ടിക്കാൻ നോക്കിയത്? ഇനി പറ, എല്ലാം തുടങ്ങി വെച്ചത് പാറു തന്നെയല്ലേ? നിന്റെ കണ്ണില് ഇപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി. എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ എത്തുന്ന ഒരേ ഒരാള് നീയായിരുന്നു. നിനക്കും എന്നോട് ദേഷ്യായല്ലേ? പാറു, എനിക്ക് ആരും ഇല്ലാതായി. ഞാൻ ഒറ്റയ്ക്കായി. സാരമില്ല, കരഞ്ഞു തീർക്കാൻ വിധിക്കപ്പെട്ട ജന്മ എന്റേത്. കരയാനേ എന്തിനാ കൂട്ട്? ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞോളാം. പാറു, ഞാൻ പാറുവിനെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. ജാസ്മിനെ സഹായിക്കാൻ വേണ്ടിയാ അദ്ദേഹത്തിന്റെ അപ്പച്ചി അമേരിക്കയിൽ നിന്ന് വന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ജാസ്മിനെ വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ആ അപ്പച്ചിയെ തോൽപ്പിക്കണം. എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. ജാസ്മിനെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അപകടം വരും. ഞാൻ എന്താ മണിക്കൂട്ട ചെയ്യാ? എനിക്കറിയില്ല പാറു. ജാസ്മിനെ വിശാൽ സാറ് വിവാഹം കഴിക്കുന്നത് തടയണമെന്ന് ദേവമ്മയല്ലേ പാറുവിനോട് ആവശ്യപ്പെട്ടത്? ദേവമ്മ തന്നെ അതിനൊരു വഴി കാണിച്ചു തരട്ടെ. ഞാൻ പോവാ പാറു. എന്താ സുശീലേ? ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ അവള് പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കൊരു പെണ്ണിന്റെ മനസ്സില്ലെന്ന് അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? മിണ്ടാതിരുന്ന പാർവതിയുടെ മെക്കിട്ട് കയറിയിട്ടില്ലേ? അവള് പറഞ്ഞ വാക്കുകൾ എന്റെ നെഞ്ചത്താ വന്ന് തറച്ചത്. ഞാൻ അവളെ വെറുതെ വിടില്ല. വിടരുത് സുശീലേ.
അവൾ ഈ കുടുംബത്ത് കയറി മേയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഗോപിയേട്ടനും അമ്മയും മുന്നിൽ വട്ടം കയറി നിൽക്കുന്നത് കൊണ്ടാ. ഇല്ലായിരുന്നെങ്കി പണ്ടേ ഞാൻ അവളുടെ സൂക്കേട് തീർത്തു കൊടുത്തേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷണങ്ങൾ ഏറെ ആയതുകൊണ്ട് ഞാൻ ഒരു പരിഹാര പൂജ കൂടി നിർദ്ദേശിക്കാം. പറയൂ സ്വാമി. ഇവിടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ദേവീ ദേവന്മാർക്ക് പൂജകൾ ചെയ്യണം. സ്വാമി. ശ്യാമയുടെ പ്രശസ്തിക്ക് തടസ്സമായേക്കാവുന്ന അനവധി ഉപദ്രവങ്ങൾ ശത്രുക്കൾ ചെയ്യും. അതിനെ നേരിടാൻ ശിവപാർവതിമാരുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ. ശരി, സന്തോഷത്തോടെ പൊയ്ക്കോളൂ. ഓം ശിവായ നമഃ. ഓം ഈശ്വരായ നമഃ. എന്തായാലും തന്റെ അസുഖം മാറിയല്ലോ, അതിൽ വളരെ സന്തോഷം. ക്ഷീണവും രോഗമൊക്കെ മാറിയെന്ന് മാത്രമല്ല, തന്റെ മുഖത്തേക്ക് നോക്കിയാ ഇപ്പൊ ഫുൾ പോസിറ്റീവാ. തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ എനിക്കുണ്ടാകുന്ന ടെൻഷൻ വല്ലതും തനിക്കറിയോ? എനിക്കറിയാം സർ. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ എനിക്ക് സാറിനെ കുറിച്ച് ഓർത്താ പേടി. സാറിന്റെ ആ സമയത്തെ മുഖഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. താൻ എന്റെ പ്രിയപ്പെട്ടവളല്ലടോ. താനില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? തന്നെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പാട്ടുകാരെയൊക്കെ ഞാൻ മാറ്റും. ഇനി മുതൽ എനിക്കുള്ള ലക്ഷ്യം അതാ. സാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പേരും പ്രശസ്തിയൊന്നും വേണ്ട. എനിക്ക് എന്റെ അഖിൽ സാറിന്റെ സ്നേഹമുള്ള ഭാര്യയായി സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അതിനപ്പുറം ഒരു ആഗ്രഹം എനിക്കില്ല. അത് തന്റെ ആഗ്രഹം. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലല്ലോ. ഒട്ടേറെ കഴിവും പ്രതിഭയുള്ള ശ്യാമേ ആനന്ദ നിലയത്തിന്റെ അടുക്കളയെ തളച്ചിടാൻ മാത്രം ഞാനൊരു ക്രൂരനല്ല. എന്റെ ശ്യാമയിലുള്ള സംഗീതം ദൈവം തന്നതാ. അത് മറ്റുള്ളവർക്ക് പകരാനുള്ളതാ. തന്റെ പാട്ടുകൾ ഈ ലോകർക്ക് മുഴുവൻ കേൾക്കാനുള്ളതാ. അതവരെ കേൾപ്പിക്കണം. എനിക്കും കേൾക്കണം എപ്പോഴും. എപ്പോഴും? അതെ, എപ്പോഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊന്ന് നെയ്യാറ്റിൻകര വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാ നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. ഈ ജില്ല വിട്ട് എങ്ങോട്ടും പോവാത്ത നിനക്ക് അമേരിക്കയിൽ പോവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുക. ഒരമ്പലവാസി പെണ്ണിന് ഇതിൽ പരം എന്ത് ഭാഗ്യമല്ലേ? 1 മാസത്തെ പ്രോഗ്രാമാ. കൂടും കുടുക്കൊക്കെ എടുത്ത് കൂടെ പോന്നോണം സമയമാകുമ്പോ. അച്ഛാ പോറ്റി, ഇന്നൊന്നും പറഞ്ഞേക്കരുത്. സായിപ്പന്മാരുടെ ഇടികൊള്ളാൻ ഇടവരുത്തരുത്.
മാഡം പറഞ്ഞു കഴിഞ്ഞോ? എന്താ? അല്ല, എനിക്കും പറയാനുണ്ടായിരുന്നു. ഓഹോ, നിനക്കും പറയാനുണ്ടോ? എന്നാ കോലത്തെ കൊച്ചമ്മ പറഞ്ഞാട്ടെ. ഞാൻ മാഡത്തിനോട് വളരെ സീരിയസ് ആയിട്ട് പറയാം. ദയവായി ഇനിയും എന്നെ പരീക്ഷിക്കരുത്. എന്നെ വെറുതെ വിടണം. എന്താ എന്താ നീ പറഞ്ഞേ? വെറുതെ വിടണമെന്നോ? നീ ആരോടാ ഈ ധിക്കാരം പറയുന്നെന്ന് ഓർമ്മ വേണം. നിങ്ങളോട് മേടിച്ച കാശൊക്കെ ഞാൻ തിരിച്ചു തന്നേക്കാം. നീ മേടിച്ച കാശിപ്പോ ആർക്ക് വേണം? ആജീവനാന്തം, അതായത് മരണം വരെ പാടിക്കൊള്ളാമെന്നാണ് എഗ്രിമെന്റ്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലല്ലോ. ഞാൻ ഇനി വിസ്മയ്ക്ക് വേണ്ടി പാടില്ല. കാരണം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. കാരണം നോക്കി തരാൻ വരുമ്പോ എന്റെ ഈ കൈ പുളി പറിക്കാൻ പോയിരിക്കൊന്നുമല്ല. നിങ്ങൾ കൈ ഓങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. എന്റെ കൈ നിങ്ങളുടെ മകളുടെ കരണത്ത് ഒരു തവണ വീണതാ. അത് മറന്നിട്ടില്ലല്ലോ. എടീ, നീ ഗാനഭൂഷണം GS അരുന്ധതിയെ വരട്ടുന്നോടി. നീ ഞാൻ വരച്ച വരയിൽ നിന്ന് പാടിത്തരും. അതൊക്കെ പണ്ടായിരുന്നു മാഡം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ശ്യാമയ്ക്ക്. ആ കാലമൊക്കെ കടലെടുത്തു പോയി. എടീ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല പോലെ ഓർമ്മയുണ്ട് മാഡം. ഒരിത്തിരി കണ്ണിയോടാ ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്താടി പാരസൈറ്റ് ആണോ? കീടനാശിനിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും നാളും നിങ്ങൾ അമ്മയും മകളും കൂടി എന്നെ ചൂഷണം ചെയ്തു. എന്നെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു. നിങ്ങൾ പ്രശസ്തരായി. ഇനി അങ്ങനെ നിന്നു തരാൻ ഞാൻ തയ്യാറല്ല. നീ നിന്ന് തരും. നീ എന്റെ മോൾക്ക് വേണ്ടി ഇനിയും പാടും. ഞാൻ ഇനിയും പാടും. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കും. എടി, എടി അല്ല. എനിക്കൊരു പേരുണ്ട്, ശ്യാമ വാസുദേവൻ, അല്ലെങ്കിൽ ശ്യാമ അഖിൽ. മനസ്സിലായോ? നിങ്ങളുടെ വിരട്ടലും വിളച്ചിലും ഒക്കെ ഇനി കൈ വെച്ചിരുന്നാ മതി. ആനന്ദ നിലയത്തിൽ അഖിൽ വർമ്മയുടെ ഭാര്യ ശ്യാമയെ പറയുന്നു. ഓർമ്മിച്ചോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ മുറിയിലെ കിഴക്ക് ദർശനം അത്ര നന്നല്ല. അച്ഛമ്മേ, അതിങ്ങി തന്നേക്ക്. ഞാൻ സൗകര്യമായിട്ട് ഒരിടത്ത് വെച്ചോളാം. അയ്യോ, ചുമ്മാ അങ്ങനെ എവിടെയെങ്കിലും വെക്കാനുള്ളതല്ല. നമുക്കേ മറ്റേതെങ്കിലും സ്ഥലം നോക്കാം. യാമിനി, മോള് വാ, അങ്ങോട്ടൊന്ന് നോക്കാം. ചേട്ടാ, നീ വാ. നമുക്ക് എവിടെ വെക്കാം? ഇനി ഒരു കാര്യം ചെയ്യാമേ. അപ്പു പറഞ്ഞതുപോലെ അപ്പുവിനെ തന്നെ ഏൽപ്പിച്ചേക്ക്. അത് പറ്റില്ല. നമ്മൾ കൊണ്ടുവന്ന സമ്മാനം നമ്മൾ തന്നെ അതിന്റെ ഗുരുത്വത്തോടെ സ്ഥാപിക്കണം. ആരുടെയോ ചുമ കേട്ട പോലെ തോന്നുന്നു. അതെ, ഞാൻ ചുമച്ചതാ. മഴ നനഞ്ഞ എന്റെ ചെറിയൊരു ചുമയും ജലദോഷവും ഉണ്ട്. അയ്യോ, വീണ്ടും ചുമ. ഇവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അത് അപ്പുറത്തെ ബ്ലോക്കിൽ നിന്ന് ആരോ ചുമച്ചതാ. വീടൊക്കെ തൊട്ടടുത്തായതുകൊണ്ടേ അപ്പുറത്തെ ശബ്ദവും ഇവിടെയാണെന്ന് തോന്നുന്നതാ. ബാലു, അപ്പു, ഇവിടെ വേറെ ആര് വന്നാലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്തായാലും ചോദിക്കുക, ഇന്ന് വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോ നമ്മള് എടാ, നീ ചുമക്കുന്നത് ഏതോ കള്ളം ഒളിപ്പിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു.
എന്തായാലും നമ്മുടെ മോളുടെ വീട്ടിൽ ആരാണെന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. എല്ലാരും വന്നേ, വാ വാ വന്നേ. അമ്മേ, ഒരാളിരിക്കുന്നു. അതാരാ സുധാമണി? നിങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിലാണോ? അഥവാ ഗസ്റ്റ് ആണെങ്കിലും എന്തിനാ ഒളിപ്പിച്ചിരുത്തിരിക്കുന്നത്? അത് ഞങ്ങളുടെ വകയിലൊരു ബന്ധുവാ. സുധാമണി, ഇത് ശരിയല്ല. ഈ വീട്ടിൽ ആരും ഇല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടേ ഇതിപ്പോ ആരാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര നേരമായി പോയിട്ട്? ആ സൊസൈറ്റിയിൽ നല്ല തിരക്കായിരുന്നു. അത് ശരി, എനിക്ക് പോണ്ടേ? അമ്മാവന് പൊക്കൂടാ. അമ്മാവൻ എന്തിനാ എന്നെ കാത്തിരിക്കണേ? എന്താ ഭംഗിയമ്മ, എന്താ കാര്യം? ഒന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് എന്താടാ? എന്ത്? ഒന്നുമില്ല. എന്ത്? ആ പുണ്യവരുന്ന മനുഷ്യനെ പൊട്ടം കളിപ്പിക്കല്ലേട്ടാ. വെറുതെ ഒരു കാര്യം നേരെ കുറേ മനുഷ്യൻ കാത്തിക്കാൻ തുടങ്ങി. എന്തമ്മേ? എന്താ പുള്ളി കാര്യം? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? നിനക്കിപ്പോ ഒന്നും അറിയില്ലേ? ആ അത് ഞാൻ പറഞ്ഞു. എന്നാ പറയണ്ടേ? കൊണ്ട് പറയിപ്പിക്കാൻ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് നീ കാത്തു നിന്നല്ലേ? ഇതെന്താ 300? എന്താ 300? 300 ഉള്ളൂ. അപ്പൊ 500 ഞാൻ ചോദിച്ചത്. അമ്മാവ് അത് ബാങ്കിൽ പോയിട്ട് എടുത്തോണ്ടിരുന്നല്ലോ. സൊസൈറ്റിയിൽ പാലും എടുത്ത് കിട്ടണ. ഇന്ന് അത്ര കിട്ടിയുള്ളൂ. അത് വെച്ചാ മതി. ഒരു വാക്ക് പറഞ്ഞത് പാലിക്കാൻ പറ്റണ ഓരോ വർത്തമാനം. എനിക്ക് വേണ്ട നിന്റെ 300. ആണെങ്കിൽ എന്റെ പോക്കറ്റിലേക്ക് ഇടണേ. ഇല്ല പിന്നെ ഇനിയിപ്പോ ഈ 200 എവിടെ പോയി ചോദിക്കുന്ന ഞാൻ ആലോചിക്കണേ. എന്നെ നോക്കണ്ട ഭംഗിയെ, നമ്മൾ തമ്മിൽ വേറൊരു ഇടപാടുണ്ട് കേട്ടാ. എന്തിടപാട്? ആ നിന്റെ സാറാമ്മയുടെ മാസവാടക ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തേ, പാർട്ടി ഫണ്ടൊക്കെ തീർന്നാ? പാർട്ടി ഫണ്ടൊന്നും തീർന്നിട്ടില്ലേ? പാർട്ടി ഫണ്ടൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. ആ പിന്നെന്താ കിട്ടാത്തത്? അത് ഞാൻ ഇപ്പൊ തൽക്കാലം ഒന്ന് മറിച്ചിരിക്ക. ആ കാശ് നീ എടുത്ത് മറിച്ചാ? തിരിക്കാൻ മറിക്ക. അമ്മാവന് കക്കാൻ പോക്കൂടാ. അമ്മാവന് എന്ത് ചെക്കൻ പറയണത്? എടാ, ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയണത്. ഞങ്ങളെ അമ്മാവന്മാര് സാധാരണ എന്താ പറഞ്ഞായിരുന്നറിയോ? മക്കളെ മോഷ്ടിക്കരുത് കേട്ടോ, നോട പറയരുത് കേട്ടോ, നല്ല സ്വഭാവം ഉണ്ടാവണം കേട്ടോ. അതിപ്പോ നീ എന്താ പറഞ്ഞേ? അമ്മാവ മോഷ്ടിക്കാൻ പോക്കൂടാന്ന്. അമ്മാവൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാ പറഞ്ഞേ. എന്താ രാഷ്ട്രീയക്കാരൊക്കെ കക്കാൻ പോവാ? എല്ലാ രാഷ്ട്രീയക്കാരും ഇല്ല, ചില രാഷ്ട്രീയക്കാരൊക്കെ മോഷ്ടിക്കാറുണ്ട്. ആ എന്നാ അങ്ങനെ ചില രാഷ്ട്രീയക്കാരിൽ പെട്ട ആളല്ല ഞാൻ. എന്നായിരുന്നോ? അതെ, എനിക്ക് വേണ്ട നിന്റെ കാശ്. അല്ല പിന്നെ അതെ അപ്പുണ്ണേട്ടാ, കുറച്ച് പൈസ പങ്കിയാമ്മന് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എല്ലാ മാസം 1-ാം തീയതി കൃത്യമായിട്ട് ഞാൻ മാസപ്പടി കൊടുക്കാറുണ്ട്. അതിന് പുറമെ എന്തോരം പൈസ എന്റെ അടുത്തൊന്നും അല്ലാതെ വാങ്ങിക്കുന്നേ. എന്നിട്ട് എന്തെങ്കിലും പൈസ ഞാൻ ഇന്ന് വരെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? അല്ല, നിക്ക് എങ്ങനെ മാസപ്പടി ആര് കാശ് തരണു? നീയല്ല, അത് അമ്പിളി എനിക്ക് അയച്ചു തരണ പൈസയാണ് നീ തരണേ. അതെന്തിനാ അമ്പിളി എനിക്ക് തരണേ? നിന്നെ ടാർപ്പാളയിൽ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതിന് അതിനുള്ള കാശാ തരണത്. ഇനിയിപ്പോ നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു വാങ്ങണ്ട. എന്താ നീ തരില്ല അല്ലാണ്ട്? അപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങും. അതെന്തിനാ? ആ മച്ചിന്റെ മോളിൽ 2 ആൾക്കും ഭക്ഷണം കൊണ്ട് തന്നിരുന്നില്ലേ? അതിനുള്ള കാശ് കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് വാങ്ങണോ? അത് നിന്റേന്ന് എന്തിനാ വാങ്ങണമെന്ന്? അവിടെ ആ കുട്ടീനെ ആ പറമ്പിൽ രാത്രി അന്തിപാതിരക്ക് നിർത്തിയിട്ട് അങ്ങോട്ടും ഇല്ലാണ്ട് ആരാ വന്ന്? അതൊന്നും ഞാൻ പറയില്ല. അതൊക്കെ എന്റെ ശമ്പളം മുടക്കണ കാര്യമാണെന്ന് ഞാൻ പറയില്ല. അത് നിനക്ക് ഓർമ്മണ്ടാ? അതന്നെ പറയണത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ വെറുതെ ഒന്നൊരാളുടെ നിന്നും 10 പൈസ വാങ്ങാറില്ല. നല്ലോണം അധ്വാനിച്ചതിന്റെ കൂലിയാ വാങ്ങണത്. അത് നിങ്ങക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ 2 ആൾക്കും? അല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, കുഴപ്പമൊന്നുമില്ല.
ഈ വീട്ടിലെ ആൾക്കാരുടെ പ്രശ്നം തീർത്തിട്ട് എന്നാ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാ? പിന്നെ എങ്ങനെ 10 പൈസ എൻ്റെ ഉണ്ടാവുക? പിന്നെ ഇവിടെയും തരില്ല അവിടെയും കിട്ടില്ല എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമാണോ? ഇങ്ങോട്ട് മാറിക്കങ്ങട് ഓരോരോ കാര്യങ്ങൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.